കല്യാണത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല അവള്. അതുകൊണ്ടാ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. താനല്ലേ എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. കുറച്ചൊക്കെ എതിർപ്പുണ്ടാവും, അത് സാധാരണമാണ്. എന്നാലും കല്യാണം എന്ന ചടങ്ങ് നടക്കാൻ പോകുന്നു എന്ന് അവളിലൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. അതൊരു വലിയ കാര്യമല്ലേ? അങ്ങനെ നമ്മുടെ മക്കള് നമ്മളെ വിട്ടുപോകാൻ സമയമായി എന്നർത്ഥം. അവസാനം നമ്മൾ രണ്ടാളും തനിച്ച്. അതിലിനി ആരാണാവോ ആദ്യം പോണത്? അത് ഞാനാണെങ്കിൽ താൻ എന്തു ചെയ്യും ശാരദ? നമ്മുടെ മക്കളും മരുമക്കളും തന്നെ നോക്കുമായിരിക്കും അല്ലേ? എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നേ? ആരാദ്യം പോകുന്നൊക്കെ ദൈവം നിശ്ചയിക്കും. അച്ഛൻ്റെ അമ്മയുടെയും സങ്കടം നമ്മൾ മനസ്സിലാക്കണം ചേച്ചി. തെറ്റായിട്ടൊന്നും അവര് പറഞ്ഞില്ലല്ലോ. ഇല്ല, എല്ലാവരും പറയുന്നത് ശരിയാ. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ തെറ്റ്. മനസ്സമാധാനത്തോടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. അതിനിടയിലാ കല്യാണം. പ്രായപൂർത്തിയായ പെൺകുട്ടികള് പഠിപ്പ് നിർത്തിക്കഴിഞ്ഞ മാതാപിതാക്കള് ചിന്തിക്കുന്നത് തന്നെയാ നമ്മുടെ അച്ഛനും അമ്മയും ചിന്തിച്ചത്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും പഠിത്തം തുടരാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വേദന നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതുകൂടി നിഷേധിച്ച വേദന കൂട്ടാന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഒന്നല്ല, 2 പെൺമക്കളാ. നമ്മളെ കാണും തോറും അവർക്ക് മാനസിക പിരിമുറുക്കം കൂടുകയുള്ളൂ. അതുകൊണ്ട് ചേച്ചി അച്ഛൻ പറയുന്നത് കേൾക്കണം. എന്നെ പറഞ്ഞയക്കാൻ എല്ലാവർക്കും ധൃതിയായല്ലേ? ചേച്ചി പോകാം, ഞാൻ പോയിക്കൊള്ളാം. അതിന്റെ പേരില് ഇനി ആരും ഇവിടെ വേദന തിന്നണ്ട. ഞാൻ പോയിക്കൊള്ളാം. വരൂ സർ. പുതിയൊരു പ്രപ്പോസലിന്റെ കാര്യത്തിനാ. ശരി, ഇരിക്കണം സർ. ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാ. സാറിന്റെ കാസ്റ്റ്? മേനോൻ. ഓ, ജോലിയുള്ള കുട്ടിയാണോ? അല്ല, പഠിക്കുക. MA-ക്ക്. കല്യാണി എന്ന പേര്. ആരെയാ പ്രതീക്ഷിക്കുന്നത്? എഞ്ചിനീയറെയോ ഡോക്ടറെയോ അതോ മറ്റു വല്ല ഗവൺമെന്റ് എംപ്ലോയീസിനെയോ? എഞ്ചിനീയറോ ഡോക്ടറോ ആയ തിരക്കേടില്ലാന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥനായാലും കുഴപ്പമില്ല. സ്വഭാവം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല, സ്ത്രീധനമോഹികളെ തീരെ താല്പര്യമില്ല. പെൺകുട്ടിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ട് കൊടുക്കും. അത് പറഞ്ഞാ പറ്റില്ല. ഇക്കാലത്ത് പെണ്ണിനും ചെറുക്കനും സമ്പത്തുണ്ടെങ്കിലേ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകും. ഷെയർ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിയിട്ടേ ഞങ്ങൾ പ്രൊപ്പോസൽ ഫോർവേഡ് ചെയ്യാറുള്ളൂ. പിന്നെ അതിന്റെ പേരിലൊരു വാക്ക് തർക്കം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഏതായാലും പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും സാറിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്നിങ്ങി ഫില്ല് ചെയ്തോ. അല്ലെങ്കിൽ വേണ്ട സാറേ, ഫോമൊക്കെ പിന്നെ ഫില്ല് ചെയ്യാം. അതിനു മുമ്പ് പെൺകുട്ടിക്ക് പറ്റിയ പയ്യന്മാര് വല്ലതും ഈ ഫയലുണ്ടോന്ന് നോക്കി. ഈ പയ്യനെ ഒന്ന് ആലോചിച്ചാലോ? നോക്കട്ടെ. ഓ, ബാങ്ക് മാനേജരോ? കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഗ്രഹനില കയ്യിലുണ്ട്. ഗ്രഹനിലയും നാളും ഒത്തു വന്നാ പിന്നെ ഞങ്ങൾ ഇരുകൂട്ടരെയും വിവരം അറിയിക്കാറാ പതിവ്. പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടായിക്കണം. പെൺകുട്ടിയുടെ ഫോട്ടോ വേണ്ട സർ. അതെന്താ? പത്രത്തിലൊക്കെ ഫോട്ടോ വന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ ആ കുട്ടിയെ. ഇത്തരം കേസുകൾ ഞങ്ങൾ എടുക്കാറില്ല. പിന്നെ സാറൊരു കോളേജ് പ്രൊഫസറായതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. അല്ല, കുഴപ്പമില്ല. പെൺകുട്ടിയുടെ കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും മേനോ പയ്യന്മാര് വരാതിരിക്കില്ല. അപ്പോൾ ഒരു അറിയിക്കാം.
ശിവ ഒന്ന് വണ്ടി നിർത്ത. ആ. ദേ അങ്ങോട്ട് നോക്കി. എന്താ അത്? മേനോ സാറല്ലേ? അങ്ങേരെന്താ മാരേജ് ബ്യൂറോന്ന് ഇറങ്ങി വരാൻ കാരണം? വണ്ടി എടുക്ക്, നമുക്കൊന്ന് കണ്ടു കളയാം. അത് വേണോ? വേണം. ശരി. ഗുഡ് മോർണിംഗ് സർ. സാറിന് സുഖം തന്നെയല്ലേ? ഇങ്ങനെ തുറച്ചു നോക്കണ്ട സാറേ. ഇത് ഞങ്ങൾ തന്നെ. ഞാൻ ആലിസ്, ഇത് ശിവൻ. സാറ് കോളേജ് ജീവിതം മതിയാക്കിയിട്ട് മാരേജ് ബ്യൂറോയിൽ ജോയിൻ ചെയ്തോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട വിഷയമല്ല. അല്ലെന്നറിയാം. എന്നാലും യാദൃശ്ചികമായിട്ട് സാറിനെ കാണുമ്പോ വന്ന് വിവരം തിരക്കണ്ടേ? എത്രയൊക്കെ ആയാലും കോളേജിലെ മാതൃകാ അധ്യാപകനായിരുന്നില്ലേ? ആ ബഹുമാനവും സ്നേഹവും എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ടാവും. ശിവനെന്താ സാറിനോടൊന്നും മിണ്ടാത്തെ? കോളേജിൽ വെച്ച് നിങ്ങൾ തമ്മിൽ നല്ല ഗുലാനായിരുന്നല്ലോ. പരിഹസിക്കാൻ വന്നതാണെന്നറിയാം. ക്യാമ്പസ് വെച്ച് തരേണ്ടതൊക്കെ തന്നില്ലേ? പിന്നെന്തിനാ വീണ്ടും പുറകെയാണെന്ന് ശല്യം ചെയ്യുന്നേ? ആ, ഇതാ ഇപ്പൊ നന്നായേ. മാന്യമായ 2 വാക്ക് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചപ്പോ കേട്ടില്ല ശിവ, നമ്മൾ ശല്യം ചെയ്യാൻ വന്നതാണെന്ന്. സാറ് ഞങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാ ഞങ്ങൾ എന്താ ചെയ്യാ? സാറിന് നമ്മളെ അത്രയ്ക്ക് സംശയമാണെങ്കിൽ നമുക്ക് പോവാ ആലിസ്. ഓ, മേനോൻ സാർ പോയത് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്. മനസമാധാനത്തോടെ ക്ലാസ് കെട്ടിയത് കറങ്ങി നടക്കാം. ദേ ഇപ്പോഴും ക്ലാസ് ടൈമാ. അതെന്തൊരു പോക്കാ സാറേ. ചോദിക്കാനുള്ളത് ഇതുവരെ ചോദിച്ചില്ല. മാരേജ് ബ്യൂറോ വരുന്നത് മാരേജിന്റെ കാര്യത്തിനാണെന്ന് അറിയാം. ആർക്കാ മംഗല്യഭാഗം ഉടനെ? കല്യാണിക്കോ അതോ ദേവയാനിക്കോ? മൂത്തത് കല്യാണി ആയതുകൊണ്ട് കല്യാണിക്കാവും. പാവം കുട്ടികള് ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. കഷ്ടം തന്നെ. ആ, ഏതായാലും നോക്കിയും കണ്ടുമൊക്കെ വേണം പ്രപ്പോസൽ നടത്താൻ. പെണ്ണ് കാണാൻ വരുന്നവർക്ക് കുട്ടികളുടെ പാസ്റ്റ് അറിയാൻ പാടില്ലല്ലോ. അയ്യോ, ഇങ്ങനെ നോക്കാതെ സാറേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കല്യാണി പാവാ. അവൾ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ദേവയാനിയുടെ കാര്യ കഷ്ടം. ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അവളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അതെ സാറേ, ദേവയാനിക്ക് വേണ്ടി കല്യാണാലോചന നടത്തുമ്പോ പയ്യന്റെ ജോലിയും കൂലിയും നോക്കരുത്. പകരം പയ്യന്റെ കൈക്ക് നല്ല തഴമ്പുണ്ടോ നോക്കണം. അത്തരക്കാർക്ക് അവളെ മേച്ചോണ്ട് പോകാൻ പറ്റും. വൃത്തികെട്ട നായേ, എന്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോടാ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രായ കൂടുതലാണെന്ന് ഞാൻ നോക്കില്ല. കൈയെടുക്ക, എടുക്കാൻ. മകനെ പോലെ സ്നേഹിച്ച് എന്റെ കഴുത്തിനല്ലടാ നീ കത്തി വെച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു? ജീവിതകാലം മുഴുവൻ കണ്ണീരുമായി കഴിയാൻ അവസരമുണ്ടാക്കിയിട്ട് പരിഹസിക്കാൻ വന്നിരിക്കുക. പ്രൊഫസർ മേനൻ അഹിംസാവാദിയാ, ശുദ്ധഗാന്ധിയൻ. പക്ഷെ തരത്തിന് ഒത്തുകിട്ടിയാൽ നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്ന് വരും. അത്രയ്ക്ക് ക്രൂരനാ നീ. നിന്റെ ഉള്ളു നിറയെ വിഷ. എന്റെ കൺവട്ടത്ത് കാണരുത്, നിന്നെ ഒരിക്കലും കാണരുത്. കൂടുതൽ കിടന്ന് ചാടാതെ പ്രൊഫസറെ. കോളേജ് പിള്ളേരുടെ അധ്യാപകരുടെ മുന്നിൽ വെച്ച് സാറിന്റെ മോൾ എന്റെ കരണത്തടിച്ചു എന്ന് കരുതി ഞാൻ എപ്പോഴും അടങ്ങിയിരിക്കുന്നു കരുതരുത്. ശിവൻ വഞ്ചിച്ചെങ്കിൽ അച്ഛനും മക്കളും കൊണ്ട് കേസ് കൊടുക്ക്. വയസ്സുകാലത്ത് ഇറങ്ങിയിരിക്കുക ചെറുപ്പക്കാരുടെ തോളിക്കാരൻ. വണ്ടി കയറാലിസ്. ഞങ്ങൾ പോട്ടെ സർ. ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. ബൈ സർ, ബൈ.
എന്താ മാഷെ ഇത്രയും വൈകിയത്? വരുന്ന വഴി ഒരു പരിചയക്കാരനെ കണ്ടു. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പോയ കാര്യം എന്തായി? മാരേജ് ബ്യൂറോയിൽ പോയി കല്യാണിയുടെ ഫോട്ടോയും ജാതകവും കൊടുത്തു. ഇനി പൊരുത്തമുള്ള ജാതകം നോക്കിയിട്ട് അവരിങ്ങോട്ട് കത്തോ ഫോണോ മുഖേന ബന്ധപ്പെടും. അത് ശരി. പാപദോഷമുള്ള ജാതകമാ കല്യാണിയുടേത്. പോരാത്തതിന് 8 ചൊവ്വയും. ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം തമ്മിൽ ചേർക്കാൻ. അതെ, അതവരും പറഞ്ഞു. അതുകൊണ്ട് പ്രപ്പോസൽ വരാൻ വൈകും അത്രേ. വൈകുമെന്ന് വെച്ചാ? ചിലപ്പോ 1-2 മാസം. ആ, അത് കുഴപ്പമില്ല. ചിത്ര നക്ഷത്രമല്ലേ, 23 വയസ്സ് വരെ മംഗല്യഭാഗ്യമുണ്ട്. ഇപ്പോ 21 ആയിട്ടുള്ളൂ. ഇനി സമയം കിടക്കുകയല്ലേ? 1-2 വർഷമെന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അങ്ങ് പോവും. ദേ, കല്യാണിയും ദേവയാനും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. കല്യാണിയുടെ കഴിഞ്ഞിട്ട് വേണം എടിപിടീന് ദേവുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. നല്ല ജോലിയുള്ള പയ്യന്മാരെ വേണമെന്ന് പറഞ്ഞില്ലേ മാഷേ? പിന്നെ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ലെങ്കിലും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ കോളേജ് അധ്യാപകനോ ആയാലും മതി. അവർക്ക് തന്നെ ഇപ്പൊ എന്താ ഡിമാൻഡ്? മാഷിന് കിട്ടാനുള്ള പൈസയും ബാങ്കിൽ കിടക്കുന്ന തുകയെടുത്ത് സ്വർണം എടുക്കാം. പിന്നെ സ്ത്രീധനം കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീട് വിൽക്കാം മാഷേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നങ്ങളല്ലേ. നമുക്കിതൊക്കെ വിറ്റിട്ട് ദൂരെ എവിടെയെങ്കിലും പോകാം. ശാന്തിയും സമാധാനവും കിട്ടുന്ന എവിടേക്കെങ്കിലും. വിവാഹത്തോടടുപ്പിച്ച് അത്തരം ചിന്തകളൊക്കെ പോരെ ശാരദേ? ഒക്കെ നേരത്തെ കണക്കൂട്ടി വെക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ജ്യോത്സ്യം പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ വരുന്ന വൃശ്ചികത്തിന് മുമ്പ് കല്യാണിയുടെ വിവാഹം നടക്കണം. വൃശ്ചികം അടുത്തല്ലോ. ആ, അടുത്തു. ഇനിയിപ്പൊ എനിക്കൊരു വിഷമമേ ഉള്ളൂ. നല്ലൊരാലോചന വരുമ്പോ ചെറുക്കൻകുട്ടരോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന്. നാട്ടുകാരുടെ വാ പൊത്തിപ്പിടിക്കാൻ നമുക്കാവില്ലല്ലോ. മാഷ് ഒരു കാര്യം ചെയ്യ, നാട്ടിലെല്ലാവരോടും കുറച്ചുകൂടെ അടുത്തിടപഴക. ആരുടെ ശത്രുത വേണ്ട നമുക്ക്. വിവാഹം കഴിഞ്ഞ് കല്യാണി പോയാ ഒരു ചിറകരിഞ്ഞ പോലെയാ നമുക്ക്. എന്നാലും സാരമില്ല, ഭാഗ്യമുണ്ടെങ്കിൽ അധികം താമസിയാതെ ഒരു കുഞ്ഞിനെ മടിയിലെടുത്തി ലാളിക്കാമല്ലോ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയാ നമ്മള്. മാഷേ, എന്താ മാഷേ? ഏയ്, ഒന്നുമില്ലടോ. എനിക്ക് മനസ്സിലായി. കല്യാണി കൈവിട്ടു പോന്ന് അറിഞ്ഞപ്പോ മാഷിന്റെ ചങ്കൊന്ന് പിടച്ചു അല്ലേ മാഷേ? ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. പെൺകുട്ടികളായ അങ്ങനെയാ. പ്രായം തികഞ്ഞു കഴിഞ്ഞാ അവര് നമ്മളെ വിട്ടുപോകും. പിന്നെ വരുന്നതും പോകുന്നതുമൊക്കെ കെട്ടിക്കൊണ്ടു പോകുന്നവരുടെ മനോഗുണം പോലെ ഇരിക്കും. താൻ ചായ ഉണ്ടെങ്കിൽ എടുക്ക്. ദേ ഇപ്പൊ കൊണ്ടുവരാം. आपकी दुआ से मुझे यहाँ पे एक बहुत अच्छी नौकरी मिल गई। इसी कोशिश में हूँ कि एक आध महीने में इंडिया ट्रांसफर ले लूँ। ये तो बहुत अच्छा हुआ। बस तू जल्दी से आ जा। तेरे लिए एक सोनी कुड़ी ढूंढकर तेरी जल्दी से शादी करा देते हैं। ഏത് സമയം ടിവി കണ്ടോണ്ടിരുന്നാ മതി. ഒരു അക്ഷരവും പഠിക്കണ്ട അല്ലേടേ? ഇത്ര നേരം പഠിക്കായിരുന്നു ഡാഡി. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാ TV ഓൺ ചെയ്തത്. ആ, ഡാഡിക്ക് ഒരു ഫ്രഷ് ന്യൂസ് ഉണ്ട്. പ്രൊഫസർ രാജശേഖര മേനോൻ തന്റെ മക്കൾക്കായി കല്യാണാലോചന തുടങ്ങിയിരിക്കുന്നു. നേരാണോടി മോളെ? പിന്നെ ഞാൻ എന്തിനാ ഡാഡിയോട് കള്ളം പറയുന്നേ? മാരേജ് ബ്യൂറോന്ന് അയാൾ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ.
ഓഹോ, അവളുമാരെ പഠിത്തം ഏതാണ്ട് അവസാനിച്ചില്ലേ? അപ്പൊ ഇനി അടുത്ത കർമ്മം വിവാഹം തന്നെ ആയിരിക്കണം. മാരേജ് ബ്യൂറോയിൽ പോയി പേര് കൊടുത്താൽ ഇഷ്ടം പോലെ ആലോചന വരുമെന്ന അയാളെ വിചാരം. ആ വിചാരം ശരിയാ. പക്ഷേ വരുന്നവര് മാനം നഷ്ടപ്പെട്ട പെമ്പിള്ളാരെ കെട്ടിക്കൊണ്ട് പോകണ്ടേ? അവളുമാരുടെ പാസ്റ്റ് അറിയാതെ വരുന്നവരാണെങ്കിലോ? അയ്യോ എന്റെ പൊന്നുമോളെ, അതറിയിക്കാനല്ലേ നിന്റെ ഡാഡി ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നേ. പേട്ട കുടുംബക്കാരെ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം പ്രൊഫസറുടെ മക്കൾക്ക് മംഗല്യഭാഗ്യം ഇല്ല. അവളുമാരിനി വല്ല ആശ്രമത്തിലും പോയി സന്യസിക്കുന്നതാണ് നല്ലത്. കല്യാണിക്കായിരിക്കും ഉടനെ ചെറുക്കനെ അന്വേഷിക്കുന്നേ. കല്യാണി ആയാലും കൊള്ളാം, കളവാണി ആയാലും കൊള്ളാം. ഭാര്യ അമ്മ ഇതൊന്നും ഇനി അവരുടെ ജാതകത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ജനിച്ചപ്പോൾ അവളുമാരുടെ ജാതകം കുറിച്ചത് ഒരു ജ്യോത്സ്യൻ, ജനിച്ചു കഴിഞ്ഞപ്പോഴോ ആ ജാതകം തിരുത്തി കുറിച്ചത് വേറൊരു ജ്യോത്സ്യൻ. അതാരാ ആ ജോത്സ്യൻ? നിന്റെ ഡാഡി അല്ലാതാരാ? ആ, നീ പോയി മമ്മിയോട് ചോറെടുത്ത് വെക്കാൻ പറ, ഞാനിപ്പോ വരാം. ഡേ ഒന്ന് നിന്നേ. പ്രൊഫസർ എന്നൊരു മാരേജ് ബ്യൂറോയിൽ പോയെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥാപനത്തിന്റെ പേരെന്താ? സ്വയംവര മംഗല്യ ബ്യൂറോ, ആറ്റുകാല. ആറ്റുകാലോ? അതെ. അല്ലടി മോളെ, നിന്റെ കോളേജിൽ നിന്ന് ആറ്റുകാലിലേക്ക് നല്ല ദൂരമുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഇന്ന് ആറ്റുകാലിൽ പോയേ? അത് ഒരു ഫ്രണ്ടിനെ കാണാനായിട്ടാ. ഏത് ഫ്രണ്ടിനെ? അത് പിന്നെ ഡാഡിയുടെ മുമ്പിൽ കിടന്ന് ഉരുളല്ലേ മോളെ. എടീ, ഡാഡി മമ്മി അറിയാതെ നീ അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്തോടി മോളെ. ഒന്ന് പോ ഡാഡി, ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോ വെറുതെ. അങ്ങനെ പ്രൊഫസർ കല്യാണാലോചന തുടങ്ങി. പോക്കറ്റിൽ എന്തെങ്കിലും കിടന്നാൽ അത് എടുക്കില്ല. അവസാനം അത് നനഞ്ഞു കുതിർന്നു കഴിയുമ്പോൾ വഴക്കിന് വരികയും ചെയ്യും.